ഇപ്പം ബേബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടുത്തറിയാവുന്ന ആൾക്കാരല്ലാതെ കുറച്ചല്പം മാറി നിൽക്കുന്ന ആൾക്കാർ പറയും ബേബി ഒന്ന് മസിൽ പിടിച്ചായിരിക്കുന്നത് എപ്പോഴും പറയാറുണ്ട്. അല്പം മസിൽ പിടിച്ച് അല്പം സ്ഫുടതയോടെ അല്പം എന്താ പറയണ്ടേ അക്ഷരശുദ്ധിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നൊക്കെ ഉള്ള അത് ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ചിലർ പറഞ്ഞിട്ടുണ്ട്. അന്നേരം തിരുത്താൻ ശ്രമിച്ചിട്ടില്ല അത്. അല്ല, അത് നമ്മൾ ഒരു 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 പ്രത്യേക പ്രക്രിയയിലൂടെ രൂപപ്പെടുന്നതാണ്. നമ്മളോട് ആരോ ഒരാൾ പറഞ്ഞിട്ടില്ലേ ശ്രീനിവാസിൻ്റെ കക്ഷത്തിനുള്ള ഒരു മുട്ട വെച്ച് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ബേബി അല്പം മസിൽ പിടിച്ച് നടക്കുന്നത്. അത് നമ്മൾ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുന്നവരാണ്. നമ്മളെ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല. എന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ബോധപൂർവമായ ചില ഇടപെടലും നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാകും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് സാഹചര്യത്തിൻ്റെ. അതാണ് ചില പരിസരത്തിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വ്യത്യസ്തമായൊരു വ്യക്തിത്വമായിരിക്കും, നമ്മുടെ സ്വത്വം മാറും. മറ്റു ചില സാഹചര്യത്തിൽ വരുമ്പോൾ ആ സാഹചര്യം ആവശ്യപ്പെടുന്ന ഒരു പാർട്ടി കമ്മിറ്റിയിലിരിക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ ഡെക്കോറമുണ്ട്, ആ കമ്മിറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച്. ആ കമ്മിറ്റി തന്നെ അവസാനിച്ചിട്ട് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വേറൊരു ഭാഷയിലായിരിക്കും സംസാരിക്കുക. ഈ വ്യത്യാസങ്ങളുണ്ടാകും. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അനർഹമായ വിധത്തിൽ എൻ്റെ പെരുമാറ്റങ്ങളും സംഭാഷണ ശൈലികളും എല്ലാം വളരെ സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമായ നിഗമനങ്ങളിൽ പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഒരു ചെറിയ ഉദാഹരണം പറയാം. രാത്രിയിലത്തെ സീറണമെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു കവലയിൽ നിൽക്കുകയാണ്. താന്നിക്കമുക്ക് എന്ന് പറയുന്ന കവലയാണ്. എനിക്കറിയാം അതുവഴിയാണ് ഞാൻ കാഞ്ഞാവള്ളിയിൽ നിന്ന് എസ് എൻ കോളേജിലേക്ക് പഠിക്കാൻ ബസ്സിൽ പോയിട്ടുള്ളത്. മങ്ങാട് വഴിയുള്ള ബസ്സിൽ പോകുമ്പോൾ അവിടുത്തെ എല്ലാവരെയും അറിയാം. അപ്പോൾ യോഗം കഴിഞ്ഞ് പലരും പിരിയുന്നു. അപ്പം അവിടുത്തെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, കാര്യം ദോശയും ഇതൊക്കെ കഴിക്കുന്നു. അപ്പോൾ കുറേ സൈക്കിൾ ദൂരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നെ. അപ്പോൾ ഒരുപക്ഷെ അവരിങ്ങനെ കണ്ടിട്ടുള്ള, എപ്പോഴും ഞാനവിടെ ഇപ്പം സഞ്ചരിക്കാറില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു സഖാവ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഭാഗത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് സഖാവ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ സഖാവൊന്ന് മാറണം എൻ്റെ അടുത്ത്. എങ്ങനെ മാറണം? തട്ടുകട മാറ്റണം. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതിവൃത്തത്തിലേക്കാണ് ഈ സഖാവ് വരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി സഖാവ് എന്താ? അല്ല, അത് സഖാവ് താഴേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് താഴെ തന്നെയാണല്ലോ നിൽക്കുന്നത്. നിൽക്കിയല്ലേ, സഖാവായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കിയല്ലേ. അപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ആ സഖാവിനൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ സഖാവ് ബോധപൂർവം മനസ്സിൽ സൂക്ഷിച്ച ഒരു ആശയമല്ല. പലരും പറഞ്ഞ് അത് പുള്ളി വിശ്വസിച്ചു, പറയാൻ കിട്ടിയ അവസരത്തിൽ പറയുന്നു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി അന്നേരത്തെ എൻ്റെ ഒരു രീതി കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നതിന് വിപരീതമായിട്ടാണ് ഞാൻ അപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുക. അവരുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അല്ല സഖാവിനെ കാണുമ്പോൾ പലർക്കും ഭയമാണ്. എനിക്ക് വലിയൊരു പാഠമായിരുന്നു. ഞാൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ആ സഖാവിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. പാഠം എന്ന് പറയുന്നത് കേട്ടോ, പാഠം വേറെ ഒരുപാട് കൊണോട്ടേഷൻസ് ഉള്ളതാണ്. ഇല്ല, അത് അങ്ങോട്ട് പിന്നെ വരാം. പാഠം ഒരു പാഠവും പഠിക്കാതെ ചില ഹൈജാക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ സഖാവിനോട് പറഞ്ഞു, എങ്ങനെ താഴേക്ക് വരണമെന്നാണ് സഖാവ് പറഞ്ഞത്. എന്താണ്? അല്ല, ആളുകൾ സഖാവിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ്. സഖാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അതിനിപ്പം ഭയപ്പെടേണ്ട തരത്തിലുള്ള യാതൊരു ശരീരഭാഷയും എനിക്കില്ല. ഞാൻ ഇപ്പോൾ സഖാവ് വന്നിട്ട് സംസാരിക്കുന്നു, സഖാവിനെ ഞാൻ അകറ്റി നിർത്തിയില്ലല്ലോ. ശരിയാണ്, പക്ഷേ ഇങ്ങനൊരു അഭിപ്രായവും പ്രതീതിയും ഉണ്ട് നാട്ടിൽ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് രണ്ട് വശങ്ങൾ ഞാൻ കാണുന്നു. ഒന്ന്, എൻ്റെ തന്നെ ചലനങ്ങളും ശരീരഭാഷയും തെറ്റായൊരു സന്ദേശം ആൾക്ക് കൊടുക്കുന്നുണ്ടാവാം. അത് ഞാൻ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതാണ്. ഞാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കില്ല. മറ്റൊന്ന്, ചിലർ അത് ബോധപൂർവ്വം ഉണ്ടാക്കുന്നത് എന്നെക്കുറിച്ചൊരു മതിപ്പ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇയാൾ വലിയൊരാളാണ്, അങ്ങനെ ആർക്കും സാധാരണക്കാർക്കൊന്നും പ്രാപ്യനല്ല, അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പറയുന്നത്. എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവും. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ക്യാമ്പയിനിൻ്റെ അവശിഷ്ട നിലയിൽ പല കാര്യങ്ങൾ പലരുടെ മനസ്സിൽ പതിച്ചു പോകും. അപ്പോൾ ഇത്രത്തോളം ഒരു ഭീകരമായൊരു ഓൺസ്ലോട്ടിന് ബേബി ഇരയായപ്പോൾ വിധേയെന്ന് പറയാപ്പോൾ താങ്കൾ വിധേയമായില്ല, നിന്നു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇരയാകുന്നൊരു ഘട്ടത്തിൽ ബേബിയുടെ മനസ്സിലേക്ക് വന്നതാണ്. ഇതിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? ആരോപിക്കപ്പെടുന്ന പോലുള്ള ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനാണോ ഞാൻ? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനാണ്, സാമ്രാജ്യത്വ ഏജൻ്റാണ്. ഈ നിലയിലെല്ലാം ഐസക്കിനെ ചാരനെന്ന് തന്നെ വിളിച്ചു. അങ്ങനെ അത്രത്തോളം എത്തിയിട്ടില്ല. അത് അങ്ങനെ ഒരു ആ നിലയിലെല്ലാമുള്ള ആക്രമണങ്ങളാണ്. ഇതിൽ ഈ ആക്രമണങ്ങളെക്കുറിച്ച് പൊതുവിൽ പറയുമ്പോൾ സാധാരണ പറയാറുള്ളത് നല്ല കായ്ഫലമുള്ള ഒരു വൃക്ഷത്തിന് നേരെ മാത്രമേ ആക്രമണം ഉണ്ടാവൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇതിന് അനർഹനാണ്. കാര്യം ഒരു കായ്ഫലമുള്ള വൃക്ഷമല്ല ഞാൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇപ്പം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് തന്നെ വലിയ നേതാക്കന്മാർ ഒരുപാട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടവരാണ്. ഇപ്പം EMS പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഭർഷിക്കപ്പെട്ടിട്ടുണ്ട്.
എതിരാളികളാൽ ഇടതുപക്ഷ തീവ്രവാദ സൈദ്ധാന്തിക പരിസരത്ത് നിൽക്കുന്നവരും ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പം EMSനെ പിന്നെ റിവിഷനിസ്റ്റ്, തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഘാതകൻ എന്നൊക്കെയാണ് നക്സലൈറ്റുകൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും CPIMലും മാർക്സത്തെ സർഗാത്മകമായി വികസിപ്പിച്ച് കാലോചിതമായി ഓരോ കാലത്തിലെയും പ്രയോഗമാണ് മാർക്സിസം. അത് നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല. മാർക്സത്തിൻ്റെ ഏറ്റവും ആധാര പ്രമാണങ്ങളിലൊന്ന് ഈ പ്രപഞ്ചം സദാ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. അപ്പോൾ ഇത് പറയുകയും എന്നാൽ ഫലത്തിൽ ഓരോ സാമൂഹിക ചരിത്ര സന്ദർഭങ്ങളിലും സർഗാത്മകമായി മാർക്സത്തെ പ്രയോഗിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ചില കപട മാർക്സിസ്റ്റുകളുണ്ട്. അത് പിന്നെ ലെനിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ലെഫ്റ്റ് വിങ് കമ്മ്യൂണിസം ആൻഡ് ഇൻഫാന്റൈൽ ഡിസോർഡർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് അറ്റാക്കിന് വേറെ എത്രയോ പേരെ കാണാം. അത് ഞാൻ പറഞ്ഞല്ലോ, അനർഹമായൊരു ബഹുമതിയാണ്.